ഇവിടെ നമ്മുടെ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ Rn നിന്ന് Rnലേക്കാണ് തന്നിട്ടുണ്ട്. ഇത് Rn+1 നിന്ന് Rnലേക്കുള്ള ഒരു ലെവൽ സെറ്റ് ആണെന്ന് കാണിക്കണം. ഇതിന് നമുക്ക് ഗ്രാഫിൻ്റെ ലെവൽ സെറ്റിൻ്റെ ഒക്കെ ഇക്വേഷൻ അറിയണം. നമ്മുടെ ലെവൽ സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ്. f(x1, x2, etc. xn+1 = c ആണ്. അതിൽ ഈ n+1 വരെയുള്ള ടേം എവിടെയുള്ളതാണ്? യുവിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ f ഇൻവേഴ്സ് ഓഫ് സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെവൽ സെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, യു ബിലോങ്സ് ടു Rn+1, f ഫ്രം u ടു r. ഇനി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ n+1 വരെ ഉണ്ടായിരുന്നു, ഇവിടെ n+2 വരെയാണ്. ഓക്കെ, n+1 വരെയായിരുന്നു, അതിനേക്കാൾ ഒന്നും കൂടി കൂടുതലാണ് നമ്മുടെ ഗ്രാഫ് എഫിൽ. ഇത് Rn+2ലാണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ Rn+1ലായിരുന്നു. ഇനി ഈ n+1 വരെയുള്ള ടേം ഉണ്ടാവുമല്ലോ, അത് ഇവിടെയും യുവിലാണ്, ഇവിടെയും യുവിലാണ്. ഈ n+1 വരെയുള്ള ടേമിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? xn+2 എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ഗ്രാഫ് എഫിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Rn നിന്ന് Rnലേക്കാണ്, Rn നിന്ന് Rലേക്കാണ്. അപ്പോൾ ഗ്രാഫ് എഫ് ഫംഗ്ഷൻ നമ്മളെ ഡെഫിനിഷൻ പ്രകാരം x1, x2, etc. xn വരെ Rnലുണ്ടാവും. ഇതിൻ്റെ ഈ xn വരെയുള്ള ഈ ടേമിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ xn+1 എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാം? ഞാൻ ഈ ടേമിനെ ഈ f(x1, x2, etc. xn = ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? xn+1 മൈനസ് f(x1, x2, etc. xn = 0 എന്ന് വരും. ഞാൻ ഈ ടേം ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ക്യാപിറ്റൽ എഫ് ആയിട്ട് വിളിക്കുകയാണ്. ഈ ക്യാപിറ്റൽ എഫ് എവിടുന്ന് എങ്ങോട്ടേക്കുള്ള മാപ്പായിരിക്കും? ഇപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? n+1 ടേംസ് ഉണ്ട് അല്ലേ? x1, x2, etc. xn ഉണ്ട്, ഒരു xn+1 ഉണ്ട്. അപ്പോൾ ഇത് Rn+1 നിന്ന് Rലേക്കുള്ള ഒരു മാപ്പായിരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ f(x1, x2, etc. xnനെ ഇതായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഗ്രാഫ് എഫിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ടേമിന് പകരം d = 0 എന്ന് പറഞ്ഞാൽ ഈ ടേമിന് പകരം എനിക്ക് എന്ത് ചെയ്താൽ f(x1, x2, etc. xn+1 എന്ന് എഴുതാം അല്ലേ? അതിന് നമ്മൾ അങ്ങനെ ക്യാപിറ്റൽ എഫ് ആയിട്ട് ഡിഫൈൻ ചെയ്തു, അത് ഞാൻ എഴുതി വെച്ചു. ഇനി നോക്കിയേ, ഇത് നമ്മുടെ ലെവൽ സെറ്റിൻ്റെ ഇക്വേഷനായി മാറില്ലേ? ലെവൽ സെറ്റിൽ എന്താ പറയുന്നത്? x1, x2, etc. xn+1 ബിലോങ്സ് ടു Rn+ ആണെങ്കിൽ അതിൻ്റെ f(x1, x2, etc. xn+1 = 0 ആയിക്കഴിഞ്ഞാൽ ഇതെന്തായി? =c ആയിക്കഴിഞ്ഞാൽ അത് f ഇൻവേഴ്സ് ഓഫ് c ആയിരുന്നു. ഇത് =0 ആയതുകൊണ്ട് അത് f ഇൻവേഴ്സ് ഓഫ് 0 ആയി. അപ്പോൾ ഈ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലെവൽ സെറ്റ് ഓഫ് സം ഫംഗ്ഷൻ f of Rn+1 to R.